ഹല്ലേലൂയ. സന്തോഷത്തോടെ ഈ കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ ആലയത്തെക്കുറിച്ച്, ദേവാലയത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് വഴി നമ്മുടെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു തുണ്ട് മണ്ണ്, വെഞ്ചരിച്ച് മാറ്റിയിട്ടിരിക്കുന്ന ഒരു തുണ്ട് മണ്ണ്, അതിൽ ദൈവം അത്ഭുതകരമായി ഇടപെടുന്നത് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. നമുക്കതുകൊണ്ട് ഈ സന്ധ്യയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന വിഷയമാണ് ദേവാലയം. ഞാനത് പറയാനൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം നടന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു വിഷയമുണ്ടെങ്കിൽ നമുക്കത് പറയാനായിട്ട് സാധിക്കും. അതായത്, ദൈവം മനുഷ്യനുമായി സമ്മേളിക്കാൻ, സമാഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പേസാണ് ഈ ആലയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം തൻ്റെ സ്നേഹാഗ്നി കൊണ്ട് ഇറങ്ങി വന്ന് നമ്മെ തൊടാൻ വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു തുണ്ട് മണ്ണാണിത്. പലരും ചോദിച്ചേക്കും, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ശരിയാകത്തില്ലേ? ശരിയാകത്തില്ല എന്നല്ല, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ശരിയാകും. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി ജ്ഞാനവും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പിടി മണ്ണെന്ന് പറയുന്നത്, അതിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ശക്തിയും ആ സ്പേസിൽ ദൈവം കൊടുക്കുന്ന കൃപയും അതുപോലെയല്ല നമ്മുടെ വീട്ടിലെ സ്ഥലങ്ങൾ. വീടെല്ലാം വെഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും 10-12 വീടുകളിലേ ഉള്ളൂ, 15 വീടിൽ താഴെ ഉള്ളൂ. നമുക്ക് ഈ വീടുകളെല്ലാം ആശീർവദിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വെഞ്ചരിപ്പ് പോലെയല്ല ഒരു പിടി മണ്ണിൽ എല്ലാ ദിവസവും ദൈവമായ കർത്താവ് ഇറങ്ങി വന്നുകൊണ്ട് ബലിയർപ്പിക്കപ്പെടുന്ന ഈ മണ്ണെന്ന് പറയും. ഇവിടെ ലഭ്യമാകുന്ന കൃപയും അനുഗ്രഹവും, ഡെലിവറൻസ്, വിടുതലും അതുപോലെയല്ല നമ്മളുടെ ചവിട്ടി നിൽക്കുന്ന വീട്ടിലുള്ളത്, മണ്ണിൽ ഉള്ളത്. ഒരു പക്ഷേ എന്നുണ്ടെങ്കിൽ അത് അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്. പക്ഷേ ഒരു 150 വർഷം മുൻപ് ഈ മണ്ണിനടിയിൽ ആരൊക്കെ ജീവിച്ചിരുന്നുവെന്നും ആരുടെയൊക്കെ കെട്ട കണ്ണുനീര് അതിനടിയിലുണ്ട് എന്നും അതിൻ്റെ അസ്ഥിവാരങ്ങളിൽ ആരുടെയൊക്കെ അസ്ഥികൾ കിടപ്പുണ്ട് എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ അതിൻ്റെ മീതെ നമുക്ക് വീടൊക്കെ വെച്ച് താമസിക്കാൻ ദൈവം ഇടവരുത്തി. ദൈവം അതിനെ സംരക്ഷിക്കുന്നുണ്ട്, പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. സക്കറിയ 9:8, ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കും, ഒരു മർദ്ദകനും ഇനി അവരെ ഉപദ്രവിക്കില്ല, എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്, സംരക്ഷണമുണ്ട്. പക്ഷേ ദേവാലയത്തിന് വേണ്ടി ദൈവം മാറ്റിയിടുന്ന മണ്ണിൽ ദൈവം വിടുതലിൻ്റെ ശക്തി നിക്ഷേപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുപാട് കാര്യങ്ങൾ ദേവാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വചനബന്ധിതമായിട്ട് ചിന്തിക്കാനുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പ്രവേശിക്കുന്നില്ല. 2 കാര്യങ്ങൾ മാത്രം പറയാനുള്ള സമയമേ ഉള്ളൂ. നമുക്ക് 7:45 നമ്മുടെ കൈവപ്പ് പ്രാർത്ഥനയാണ്. അതിനുശേഷം 8 മണിയോടുകൂടി നമ്മൾ പിരിയേണ്ടതുണ്ട്. അതിനാൽ വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ നമുക്ക് ആരാധനയിൽ ഈ ദൈവവചനം കേൾക്കാം. അതുകൊണ്ട് ശ്രദ്ധയോടെ കണ്ണും കാതും തുറന്ന് ഈ വചനം കേൾക്കണം. ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ ഒരു അനുഗ്രഹമുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 24-ാം തിരുവചനത്തിൽ ദൈവം പറയുന്ന ഒരു പ്രോമിസുണ്ട്, ഒരു വാഗ്ദാനമുണ്ട്. പുറപ്പാട് 20-ന്റെ 24 വായിക്കാം. നിങ്ങൾ എനിക്ക് മണ്ണുകൊണ്ട് ഒരു ബലിപീഠം ഉണ്ടാക്കണം. അതിന്മേൽ ആടുകളെയും കാളകളെയും ദഹനബലികളും സമാധാന ബലികളുമായി അർപ്പിക്കണം. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തൊട്ടു മുമ്പ് പറയുന്നത് ദൈവം
ബലിയർപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി മണ്ണുകൊണ്ടൊരു ബലിപീഠം ഉണ്ടാക്കണം, അതിൽ നിങ്ങൾ ബലിയർപ്പിക്കണം. എന്നിട്ട് പറയാണ്, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം. ദൈവത്തിൻ്റെ ശക്തമായ നാമം നമ്മൾ ഓർമ്മിക്കാനും അനുസ്മരിക്കാനും ആരാധിക്കാനും പുകഴ്ത്താനും വാഴ്ത്താനും ദൈവം ഇടവരുത്തുന്നിടത്തെല്ലാം ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. വചനം പറയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സഹോദരി ആശ തുമ്പമണ്ണെന്നാണ് വന്നത്. ആശ ഇവിടെ വന്നിട്ടുണ്ടോ? ബിജുവും ആശയും കൈയൊന്ന് ഉയർത്തിയാൽ മതി അവിടെ നിന്ന്. അതോ ഉണ്ട്. എഴുന്നേറ്റിരിക്കണം. ആശയുണ്ടോ? ആശയുണ്ട്. അവർ വന്ന് ആശ പറഞ്ഞു, ചേട്ടാ 3.5 വർഷമായി കോവിഡ് കാലത്ത് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹമല്ലാതെ നടക്കുന്നില്ല, ഒരു കാര്യവും നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആരാധനയ്ക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ആരാധനയ്ക്ക് വന്നിട്ട് ആശ പിന്നെയും കരഞ്ഞിട്ട് പറഞ്ഞു, ഒന്നും നടന്നില്ലല്ലോ അച്ഛാ. ഞാൻ പറഞ്ഞു, എന്തിയെ ബിജു വന്നില്ല. ബിജു ഞങ്ങളെ തിരിച്ച് വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു. വൈകുന്നേരം ഇതെല്ലാം കഴിയുമ്പോൾ തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി വരും. അപ്പോൾ ആശ ബുദ്ധിപൂർവ്വം പറഞ്ഞു, അച്ഛാ തിരിച്ചു കൊണ്ടുവരാനെങ്കിലും വരുമ്പോൾ ഈ മണ്ണിലൊന്ന് ചവിട്ടുമല്ലോ. തിരിച്ചു കൊണ്ടുവരാനെങ്കിലും വരുമ്പോൾ അച്ഛൻ്റെ അടുത്തൊന്ന് വരുമല്ലോ, ഇവിടെ ആലയത്തിലൊന്ന് പ്രവേശിക്കുമല്ലോ. ഞാൻ നോക്കിയപ്പോൾ കൃത്യമായിട്ട് തിരിച്ച് വിളിക്കാൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണം. ഇപ്പോൾ കയ്യിലോട്ടൊരു കാര്യം നീട്ടി നോക്കിയപ്പോൾ ഒരു പാസ്പോർട്ടാണ്. ഞാൻ പറഞ്ഞു, ആരാധനയ്ക്ക് കൂടിയിട്ടില്ല, വിളിക്കാൻ വേണ്ടി വന്ന ആളാണ്. പക്ഷേ ഈ മണ്ണിൽ ചവിട്ടി എന്നൊരൊറ്റ കാരണത്താൽ 3.5 വർഷം തടസ്സമായി കിടന്ന ഒരു കേസ് അന്ന് വൈകിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഫോൺ വരുന്നു, ജോലി വിദേശത്ത് റെഡിയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആരാധനയ്ക്ക് വന്നില്ല, പക്ഷെ ഈ മണ്ണിൽ കാല് ചവിട്ടുമ്പോൾ കഴിഞ്ഞ 3.5 വർഷമായി ഒരു മറുപടിയും ഇല്ലാതിരുന്ന കേസിന് എന്താണ് അന്ന് രാത്രി തീർപ്പ് കൽപ്പിക്കപ്പെട്ടത്? ഇതിൻ്റെ പേരാണ് ഈ മണ്ണിൽ ദൈവം ഒരുക്കുന്ന ശക്തി. ഹല്ലേലൂയ. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിൻ്റെ പ്രോമിസാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് ദേവാലയം എന്ന് പറയുന്നത് വീട്ടിലെ മുറി പോലെയല്ല. ഈ ആലയത്തിൽ നമ്മൾ ചവിട്ടുമ്പോൾ തന്നെ, ഈ മണ്ണിൽ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ദൈവം നമ്മുടെ മേൽ അയക്കുന്ന സംരക്ഷണ ശക്തിയും അനുഗ്രഹവും നമ്മളുടെ ബുദ്ധിക്ക് അതീതമായ കാര്യമാണ്. കാലങ്ങളായിട്ടുള്ള കെട്ടുകളെ അഴിക്കാൻ പര്യാപ്തമാണ്. വിശ്വാസത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട്, ദേവാലയവുമായി ബന്ധപ്പെട്ട് അനേക കാര്യങ്ങളുണ്ട്, എന്നാൽ 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് ഞാൻ നിങ്ങളോടൊന്ന് സൂചിപ്പിക്കാം. നമ്മളുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഇത് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ദേവാലയത്തിൽ വെച്ചാണ് ദൈവം തൻ്റെ പ്രവാചകരെ വിശുദ്ധീകരിക്കുന്നതും ദൗത്യമേൽപ്പിക്കുന്നതും. ഞാനൊന്നുകൂടെ ആവർത്തിക്കാം. ബൈബിളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ ദൈവം പലരെയും ബൈബിളിൽ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ദേവാലയത്തിൽ വെച്ച് ഒരു ദർശനവും ഒരു അനുഭൂതിയും ഒരു അഭിഷേകവും കൊടുത്ത് ഒരു അനുതാപത്തിലേക്ക് കൊണ്ടുവരും, വിശുദ്ധീകരിക്കും. എന്നിട്ട് ദൈവം കൊടുക്കുന്ന ഒരു വലിയ ദൗത്യമുണ്ട്, ദൈവം കൊടുക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അത് വിജയിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യായുടെ പുസ്തകം 6-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധയോടെ വായിച്ചു കേൾക്കാം.
യെശയ്യാ എന്ന് പറയുന്ന ദൈവപുരുഷനെ ദൈവം തിരഞ്ഞെടുക്കുന്നത് ഈ ദേവാലയത്തിൽ വെച്ചാണ്. നമുക്ക് വായിച്ച് കേൾക്കാം. യെശയ്യാ 6-ാം അധ്യായം 4 മുതൽ 6 വരെ. അവയുടെ ശബ്ദഘോഷത്താൽ പൂമുഖത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും 1 മുതൽ വായിച്ചു. ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതം ഉണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 എണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദഘോഷത്താൽ പൂമുഖത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എന്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് എടുത്ത ഒരു തീക്കനലുമായി എന്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എന്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പ്രവാചകനായ യെശയ്യാ ദൈവസന്നിധിയിലേക്ക് നിൽക്കുമ്പോൾ, പള്ളിയിൽ നിൽക്കുമ്പോൾ ഒരു ദർശനം കാണുകയാണ്. ഒരു സിംഹാസനത്തിൽ ദൈവമായ കർത്താവ് ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. അവിടുത്തെ മുൻപിൽ സെറാഫുകൾ പരിശുദ്ധൻ 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 എന്നിങ്ങനെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗം ഇങ്ങനെ കാണുകയാണ്. നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ കാണാറുണ്ടോ? നമ്മളിങ്ങനെ പള്ളിയിലൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ദർശനങ്ങൾ കണ്ടാൽ വിശ്വസിച്ചോണം, ദൈവം നമ്മെ വിശുദ്ധീകരിച്ച് ഒരു ദൗത്യം ഏൽപ്പിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എൻ്റെ അടുത്ത് പലരും വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ശുശ്രൂഷ നടത്തുമ്പോൾ കാണുന്ന മാലാഖമാരുടെ ഒരു വലിയ ഗണത്തെ കാണാറുണ്ട് ഞങ്ങളെന്ന് പറയാറുണ്ട്. അങ്ങനെ വലിയ ശക്തിയോടെ ദൈവ ശുശ്രൂഷയൊക്കെ നടത്തുന്ന സമയത്ത് വലിയ ശക്തിയോടെ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരൊക്കെ ദൈവത്തിൻ്റെ ഓരോ ദൗത്യവും ഉത്തരവാദിത്വങ്ങളും ദൈവം കൊടുക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ യെശയ്യാ കാണുന്ന ഒരു ദർശനമാണ്. ഇത് മഹത്വത്തിൻ്റെ ഒരു സിംഹാസനമാണ് ദേവാലയം. അതുകൊണ്ടാണ് നമ്മുടെ ദേവാലയം ബഹുമാനപ്പെട്ട സജീവൻ വളരെ മനോഹരമായി നമുക്ക് വേണ്ടി നിർമ്മിച്ചു തന്നു. നോക്കിയേ, ഇതിൻ്റെ മഹത്വം. ഈ ദേവാലയത്തിന് പലരും ചോദിച്ചേക്കാം, ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ വേണോ? ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ദേവാലയത്തിന് കാര്യങ്ങളെല്ലാം വളരെ മഹത്വത്തോടെ ആഢ്യത്വത്തോടുകൂടി വേണം സൃഷ്ടിക്കപ്പെടാൻ. നിങ്ങൾ വെളിപാടിൻ്റെ പുസ്തകം 4-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചാൽ മതി. വെളിപാടിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായി ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നതും 24 ശ്രേഷ്ഠന്മാർ അവിടുത്തെ മുൻപിൽ വണങ്ങുന്നതും, ഈ സിംഹാസനം മരതകവും പുഷ്യരാഗവും അങ്ങനെ ധാരാളം വിലപിടിപ്പുള്ള വലിയ കല്ലുകൾ കൊണ്ട്, വലിയ ലോഹങ്ങൾ കൊണ്ട്, ആഭരണങ്ങൾ കൊണ്ടൊക്കെ ഇങ്ങനെ മുഖരിതമായ മഴവില്ല് കണക്ക് തിളങ്ങുന്ന ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ വെളിപാടിന്റെ പുസ്തകം പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് ദൈവമായ കർത്താവ് സ്വർഗത്തിന്റെ ഒരു മുന്നാസ്വാദനം യോഹന്നാൻ ശ്ലീഹായ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ്. സ്വർഗത്തിന്റെ തിരശ്ശീലയിട്ട് മൂടിയ രഹസ്യങ്ങളെ ഒരു കോണ് ഒന്ന് പൊക്കിക്കൊടുത്ത് യോഹന്നാൻ ശ്ലീഹ ആ കോണിലൂടെ സ്വർഗത്തിലെ ആരാധന കണ്ടതാണ്. അതുകൊണ്ടാണ് 24 ശ്രേഷ്ഠന്മാർ ആ സിംഹാസനങ്ങളിന്റെ അടുത്ത് 24 സിംഹാസനങ്ങളിൽ ഇരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ദേവാലയത്തിൽ നമ്മുടെ പിതാക്കന്മാർക്കൊക്കെ കസേരകളൊക്കെ നമ്മൾ ഇങ്ങനെ ഇട്ടുകൊടുക്കുന്ന വലിയ കണ്ടില്ലേ? അതിന് നമ്മൾ ബൈബിളിൽ പറയാത്ത ഒരു കാര്യം പരിശുദ്ധ കത്തോലിക്ക സഭ ഒന്നും ചെയ്യാറില്ല. അതിനാൽ ഈ ആരാധനയിൽ ശ്രേഷ്ഠന്മാർ ധൂപം കൊണ്ട് വിശുദ്ധരുടെ പരിമളമായ പ്രാർത്ഥനകൾ, സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന പ്രാർത്ഥനകളെ കുറിച്ച് വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്.
അതുകൊണ്ടാണ് നമ്മൾ ധൂപാർപ്പണം നടത്തുന്നത്. വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ഈ ബലിപീഠത്തിന്റെ അടിയിൽ ഉണ്ട് എന്ന് വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ദേവാലയത്തിൽ വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്നതും ദേവാലയ മധ്യത്തിൽ എടുത്തു വെച്ച് വണങ്ങുന്നതും അത് ബലിപീഠത്തിൽ ശേഖരിച്ചു വെക്കുന്നതും. അതുകൊണ്ട് പലരും വന്നിട്ട് ചോദിച്ചേക്കാം, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു ചെറിയ ഹോള് മതി, ആ ഹോളിനകത്ത് ഒരു മേശ മതി, മേശയിൽ ഒരു വെള്ള തുണി വിരിച്ചാൽ മതി, കർത്താവ് അവിടെ ഇറങ്ങി വരും. അങ്ങനെയല്ല കർത്താവ് പോലും ബലിയർപ്പിച്ചത്. ബൈബിളിൽ വ്യക്തമായി ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ അരുളി ചെയ്തു, നിങ്ങൾ എതിരെ പോകുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ വരും, അവന്റെ പിന്നാലെ പോകുവിൻ, അവൻ നിങ്ങൾക്ക് ഒരു മാളിക മുറി കാണിച്ചു തരും. ആ മാളിക മുറിയെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയാമോ? സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി കാണിച്ചു തരും. അവിടെ പെസഹ നിങ്ങൾ ഒരുക്കുവിൻ എനിക്ക് വേണ്ടി. പെസഹ കുർബാന ബലി അർപ്പിക്കേണ്ടത് സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറിയിലാണ്. വലതുതരം പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാതെ എവിടെയെങ്കിലും തിരുവത്താഴം നടത്തിയാൽ പോരാ. ബൈബിളിൽ പ്രിയപ്പെട്ടവരെ ദൈവം പറയും. ചോദിച്ചേക്കാം, അപ്പൊ ഇത്രയും പൈസ ഒക്കെ മുടക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഇതൊക്കെ ദരിദ്രർക്ക് കൊടുത്തുകൂടെ? ലൂക്കായുടെ സുവിശേഷത്തിൽ അതേ സംഭവം തന്നെ ഉണ്ട്. യൂദാസാണ് ചോദിച്ചത്. പാപിനിയായ ഒരു സ്ത്രീ വന്ന് നാർദീൻ തൈലം ഈശോയുടെ തലയിൽ പൊട്ടി ഒഴിച്ചപ്പോ യൂദാസ് ചോദിച്ചു, ഇത് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ? 300 ദനാറയ്ക്ക് വിറ്റ്. ഈശോ പറഞ്ഞു, എന്താണ്? ദരിദ്രരൊക്കെ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ. ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവത്തിന് കൊടുക്കുക തന്നെ വേണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ദൈവം വിശുദ്ധമായി ഒരുപിടി മണ്ണ് വെഞ്ചരിച്ച് അളന്നു കുറിച്ച് മാറ്റിയിടുമ്പോ അവിടെ ദൈവം ഈ സിംഹാസനത്തിൽ ചില ദർശനങ്ങൾ നൽകും. പ്രാർത്ഥിക്കാൻ വരുമ്പോ ദൈവം അതീന്ദ്രിയമായ ഒരു സ്പർശനം, ഒരു ഡിവൈൻ ടച്ച് നമുക്ക് തരും. അപ്പൊ ചോദിച്ചേക്കാം, ഞങ്ങൾ പാപികളല്ലേ? യേശയ്യായും അതെന്നാ ചിന്തിച്ചത്? ഞാനിതാ പാപികളുടെ മധ്യേ വസിക്കുന്നവൻ, അശുദ്ധമായ അധരങ്ങളുള്ളവൻ, അശുദ്ധരായ ആളുകളുടെ ഇടയിൽ വസിക്കുന്നവൻ. ഉടനെ സറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ടെടുത്ത ഒരു കനലെടുത്ത് അവന്റെ നാവിൽ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ നാവിനെ സ്പർശിച്ചിരിക്കുന്നു, നിന്റെ പാപം അകൃത്യം മാറ്റപ്പെട്ടിരിക്കുന്നു, പോകുക. പ്രിയപ്പെട്ടവരെ, ദൗത്യം ഏൽപ്പിച്ചു വിടുകയാണ്. എവിടെയാണെന്നറിയാമോ? ദേവാലയത്തിൽ. അതുകൊണ്ട് പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം ഇതാണ്. ദൈവം നമ്മളെ ഒരു നിയോഗം ഏൽപ്പിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ഒരു കുടുംബം തന്നൊരു നിയോഗം തന്നാൽ, ഒരു ദേശത്ത് ഒരു ഉത്തരവാദിത്വം തന്നാൽ, ദൈവം നമുക്ക് ഒരാലയം തന്നാൽ, ആ ആലയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നിട്ട് ആ നിയോഗം പൂർത്തിയാക്കാൻ ദൈവം നമ്മെ വിശുദ്ധീകരിക്കും. ദൗത്യം പൂർത്തിയാക്കാൻ കൃപ നമുക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദൗത്യം ഏൽപ്പിക്കുന്ന സ്ഥലമാണിത്. ഈ ദൗത്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർത്തിയാക്കാൻ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കാൻ, നിങ്ങൾ ഏറ്റിരിക്കുന്ന ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കാൻ ദേവാലയത്തിൽ ദൈവം അതിനുള്ള സ്പേസ് ഒരുക്കുന്നുണ്ട്. അതിനാൽ ദേവാലയത്തിൽ വരണം, അതിന് മുടക്കമുണ്ടാകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ്ലീഹ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 22-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായി യഹൂദരോട് പറയുകയാണ്. അവിടെ ഈ പൗലോസ്ലീഹയ്ക്ക് കിട്ടിയ ഒരു ദർശനം. പൗലോസ്ലീഹ പറയാണ്, എനിക്ക് ദേവാലയത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ദിവ്യ അനുഭൂതി ഉണ്ടായി. അത് വായിക്കാമോ? അപ്പോസ്തല പ്രവർത്തനങ്ങൾ അതിന്റെ 22-ാം അധ്യായം 17 മുതൽ. ഞാൻ ജെറുസലേമിൽ തിരിച്ചു വന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ദിവ്യാനുഭൂതി ഉണ്ടായി. ദിവ്യാനുഭൂതി ഉണ്ടായി. പൗലോസ്ലീഹ പറയാണ്, എനിക്കൊരു പ്രത്യേക ഒരു അനുഭൂതി. അതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ കളിയാക്കൊന്നും വേണ്ട. പള്ളിയിലൊക്കെ ഒരു പ്രത്യേകമായൊരു കുളിര്, ഒരു പ്രത്യേകമായൊരു അനുഭൂതി, ഒരു പ്രത്യേകമായ, ചിലരൊക്കെ പറയും, ദേ കണ്ട എൻ്റെ കണ്ട രോമമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ്, ഒരു ഡിവൈൻ ടച്ച്. കളിയാക്കരുത് അതിനെ. ഇത് വൈകാരികമാണ്, ഇതൊക്കെ ഇമോഷണലാണ്, ഇതൊക്കെ
വെറും ഭക്തിയുടെ മാർഗങ്ങൾ അങ്ങനെയല്ല. ബുദ്ധിയുള്ളവരൊക്കെ അങ്ങനെയൊക്കെ ചോദ്യം ചെയ്യാറുണ്ട്. അല്ല, ഇതൊന്നും നമുക്ക് കൈ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കിട്ടുന്നവരെ കളിയാക്കരുത്. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്, പൗലോസ്ലീഹ പറയാണ്, ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവ്യ അനുഭൂതി എനിക്കുണ്ടായി. എന്നിട്ട് പറയാണ്, വായിക്കാം. കർത്താവ് എന്നോട് ഇപ്രകാരം സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ പറഞ്ഞു, നീ വേഗം ജെറുസലേമിന് പുറത്തു കടക്കുക, കാരണം എന്നെക്കുറിച്ചുള്ള നിന്റെ സാക്ഷ്യം അവർ സ്വീകരിക്കുകയില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ സിനഗോഗുകൾ തോറും ചെന്ന് നിന്നിൽ വിശ്വസിക്കുന്നവരെയെല്ലാം ബന്ധനസ്ഥരാക്കുകയും പ്രഹരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് അറിയാം. നിനക്ക് സാക്ഷ്യം നൽകിയ സ്തേഫാനോസിന്റെ രക്തം ചിന്തപ്പെട്ടപ്പോൾ ഞാനും അടുത്തുനിന്ന് അത് അംഗീകരിക്കുകയും അവന്റെ ഘാതകരുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നീ പോവുക, അങ്ങ് ദൂരെ വിജാതീയരുടെ അടുക്കലേക്ക് ഞാൻ നിന്നെ അയക്കും. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ എവിടെ നിന്നപ്പോഴാണ് ഈ ദൗത്യം കിട്ടുന്നതെന്ന് അറിയാമോ? ദേവാലയത്തിൽ നിന്നപ്പോൾ ഒരു ദിവ്യാനുഭൂതി ഉണ്ട്. ഇത് കണ്ടപ്പോ പൗലോസ്ലീഹ പറഞ്ഞു, കർത്താവേ, പാപിയാണ്, ഒത്തിരി പേരെ കൊന്നിട്ടുണ്ട്, നിന്നിൽ വിശ്വസിച്ചവരെല്ലാം ഞാൻ ബന്ധനസ്ഥരാക്കിയിട്ടുണ്ട്, പ്രഹരിച്ചിട്ടുണ്ട്. ആ പാവപ്പെട്ട സ്തേഫാനോസ് ശമ്മാശനെ, അവനെ കല്ലെറിഞ്ഞ് കൊന്നപ്പോ ആ ഘാതകരുടെ വസ്ത്രമെല്ലാം ഞാനാ പിടിച്ചോണ്ടെന്നേ. അത്രയ്ക്ക് പാപിയാ കർത്താവേ. ഉടനെ കർത്താവ് അവനെ ആശീർവദിച്ചിട്ട് പറയാണ്, ഞാനാ പറയുന്നത്, നീ പോവുക, നീ അങ്ങ് ദൂരെ വിജാതീയരുടെ അടുത്തേക്ക് നീ എനിക്ക് സാക്ഷ്യം നൽകും, ഞാൻ നിന്നെ അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിൽ വെച്ചാണ് ദൗത്യം ദൈവം നൽകുന്നത്. ശുദ്ധീകരണവും ദൗത്യവും നൽകുന്ന ദൈവം നമുക്ക് തന്ന സ്പേസിന്റെ പേരാണ് ദേവാലയം. അതുകൊണ്ട് വീട്ടിൽ ഇരുന്നാൽ അത് കിട്ടില്ല. ഇടവപ്പള്ളിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു തുണ്ട് മണ്ണ് നമുക്ക് വേണ്ടി വെഞ്ചരിച്ച് മാറ്റിയിടുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വങ്ങളും ദൗത്യവും പൂർത്തീകരിക്കാൻ ദൈവം കൃപ തരുന്നത് ഈ മണ്ണിലാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കണം. വിശ്വസിക്കുന്നവർ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 1-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ, സക്കറിയ സക്കറിയ പുരോഹിതൻ എലിസബത്തിന്റെയും സക്കറിയായുടെയും മകനായിട്ടാണ് ആര് വന്നത്? ഈശോയോ? സ്നാപക യോഹന്നാൻ വന്നത്. ഇവിടെ ഒന്നും അല്ലെന്ന് തോന്നുന്നു. മേഘയൊക്കെ ഇവിടാണോ? സ്നാപക യോഹന്നാൻ. സക്കറിയ ഒരു സായാഹ്ന ബലിയുടെ സമയത്ത് സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ദേവാലയത്തിൽ വന്നു. അപ്പൊ ഈ ദേവാലയത്തിന്റെ ഈ വശത്ത്, തെക്ക് വശത്താണ് ആര്? സമയ ആര്? ദേവാലയത്തിന്റെ തെക്ക് വശത്ത് ആര്? ഉണ്ടല്ലോ അല്ലേ ശുശ്രൂഷകരൊക്കെ. ദേവാലയത്തിന്റെ തെക്ക് വശത്ത് ദൂതൻ നിൽക്കുന്നു. അവിടെയാണ് ധൂപപീഠം. ഈ കനൽ ഇങ്ങനെ എരിയുകയാണ്. ഈ കനലിലേക്ക് ധൂപം അർപ്പിക്കുന്ന സമയത്ത് ഒരു ദർശനം. അവിടെയാണ് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് സക്കറിയയോട് പറയാണ്, സക്കറിയ ഭയപ്പെടേണ്ട, ഇതാ നീ പ്രാർത്ഥിച്ച വിഷയത്തിന് ഞാൻ തീർപ്പ് കൽപ്പിക്കാൻ പോവുകയാണ്, നിനക്കൊരു പുത്രനുണ്ടാകും. സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള പിന്നീടുള്ള പ്രവചനങ്ങളൊക്കെ നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ദാസനായ സ്നാപക യോഹന്നാന്റെ ദൗത്യം ആരംഭിക്കുന്നത് ദേവാലയത്തിൽ വെച്ചാണ്. സക്കറിയായിക്ക് കൊടുക്കുന്ന ഈ ദൂതിലൂടെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം തൻ്റെ സുവിശേഷം, പുതിയ നിയമം ഇനാഗുറേറ്റ് ചെയ്യുന്നത് സ്നാപക യോഹന്നാനിലൂടെയാണ്. ദൈവപുത്രന്റെ സുവിശേഷം ഉദ്ഘാടനം ചെയ്യുന്നത് സ്നാപക യോഹന്നാനിലൂടെയാണ്. അതിനാൽ ഈ ദൗത്യം ദേവാലയത്തിൽ വെച്ചാണ് ദൈവം തെരഞ്ഞെടുത്തത്. എന്തുകൊണ്ടാണ് ദൈവം വേറൊരു സ്ഥലത്ത് വെച്ചെടുക്കാഞ്ഞത്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ദേവാലയത്തെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതിനാൽ വെറുതെ പറയുന്നതല്ല ബൈബിളിൽ ഒരു കാര്യം പറയുന്നത് ചരിത്രം പറയാനല്ല, ഇത് നമ്മളുടെ ദൂതാണ്, ഇത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. അങ്ങനെയെങ്കിൽ ഇത് കണ്ണും പൂട്ടി വിശ്വസിക്കാം. ദേവാലയത്തിൽ വന്നാൽ ദൗത്യബോധമുണ്ടാകും. ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കാനുള്ള കൃപ
ഈ മണ്ണിൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. ദേവാലയം നിസ്സാരമായ ഒരു കാര്യമല്ല. ഇവിടെ ദൈവം നമ്മുടെ കുറവുകൾ പരിഹരിച്ച് നമ്മെ അയക്കും. ദൈവം കൂടെ വരും. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, ദൗത്യം, നിയോഗം അത് കറകൂടാതെ, പരിമിതികളില്ലാതെ, പരാജയങ്ങളില്ലാതെ, പഴിപറച്ചിലുകളില്ലാതെ പൂർത്തിയാക്കാൻ ദൈവം ഇടവരുത്തും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇത് നമ്മൾ വിശ്വസിക്കണം. നമുക്ക് പള്ളിയെക്കുറിച്ച് ഒരു വിശ്വാസം വേണം. ദേവാലയത്തെക്കുറിച്ച്, ഈ ദൈവിക കാര്യങ്ങളെക്കുറിച്ച് ഒരു വിശ്വാസം വേണം. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിനോട് ചേർന്നാണ്. അതായത് ഈ പള്ളി എന്ന് പറയുന്ന ഒരു ആശയമല്ല, ഇതൊരു കൺസ്ട്രക്ഷൻ മാത്രമല്ല. മനസ്സിലാക്കണം, ഈ പള്ളി എന്ന് പറയുന്നത് ഇത് നമ്മുടെ ബൗദ്ധിക പരിശീലനത്തിനുള്ള സ്ഥലമല്ല. നമ്മൾ ഇവിടെ വന്ന് ഒരു നല്ലൊരു കൂട്ടായ്മ കൂടി പരസ്പരം ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കി, കുറേ ബന്ധങ്ങളൊക്കെ മുറിച്ച് ഒരു പെരുന്നാളൊക്കെ നടത്തി പോകുന്ന സ്ഥലം മാത്രമല്ല പള്ളി. അതല്ല ദൈവത്തിന്റെ പദ്ധതി. അതൊക്കെ അതിൻ്റെ ബാലപാഠങ്ങളാണ്. ദേവാലയത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്ന സ്ഥലമാണ്. ഈ പള്ളി വന്ന ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു സ്പർശനം തരുന്നില്ലെങ്കിൽ അതൊരു പരാജയമാണ്. ദൈവം നിന്റെ ജീവിതത്തിൽ മിഴി പൂട്ടുന്നതിന് മുൻപ് ഒന്ന് തൊടുന്നില്ലെങ്കിൽ, ഇത്രയും നാൾ ഈ പള്ളി വന്നിട്ടും ഈ യാന്ത്രികമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നിന്റെ ജീവിതം ഒരു പരാജയമാ. എന്റെ ജീവിതം ഒരു പരാജയമാ. വെറുതെ വേഷം കെട്ടലാണ് ഇതെല്ലാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പള്ളിയിൽ നീ ചവിട്ടുമ്പോ ഇത് നിന്റെ ബുദ്ധിയെ സ്വാധീനിക്കുന്ന, നിന്റെ സംസ്കാരത്തെ സ്വാധീനിക്കുന്ന, നിലയും വിലയുമുള്ള പല കാര്യങ്ങൾ നടത്തിത്തരാനുള്ള, ചടങ്ങുകൾ നടത്തിത്തരാനുള്ള ഒരു ഇടമല്ല. ഈ സ്പേസ് അല്ല ഇത്. മറിച്ച് ആകാശത്തിലെ തമ്പുരാൻ സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് നിന്റെ കുടുംബത്തെ തൊടുന്നില്ലെങ്കിൽ ഈ പള്ളി നമുക്കൊരു പരാജയം തന്നെയാ. മനസ്സിലാക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് നമ്മുടെ ജീവിത ചക്രവാളങ്ങളെ വിശാലമാക്കുന്നില്ലെങ്കിൽ, ഇത് നമ്മുടെ ഭ്രമണപഥങ്ങളെ വിശാലമാക്കുന്നില്ലെങ്കിൽ, ഇത് നമ്മുടെ വ്യക്തിത്വത്തെ വിശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ, ഒരു മാനസാന്തരത്തിന് ഈ മണ്ണ് കാരണമാകുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മണ്ണിൽ കുഴിച്ചിട്ട പണമായി മാറും. ഇതൊരു മോണുമെന്റായി മാറും. അങ്ങനെ പല സ്മാരകങ്ങളായി അവശേഷിക്കേണ്ടതല്ല ഈ പള്ളി. അതാണ് ദൈവം ഈ സന്ധ്യ ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു രൂപാന്തരീകരണത്തിന് കാരണമാകണം. ഇത് എന്നെ തൊടുന്ന ഒരു അനുഭവമായിട്ട് ഇത് മാറണം. പൗലോസ് പറഞ്ഞു, ഗലാത്യർ 2:20 പറഞ്ഞു, ഇനിമേൽ ഞാനല്ല മറിച്ച് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഈ ഒരു ട്രാൻസ്ഫോർമേഷന് ഈ മണ്ണ് കാരണമാകുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതൊരു പരാജയമാണ്. നിങ്ങൾ പിണങ്ങിയാലും ഇല്ലെങ്കിലും പറയാനുള്ളത് പറഞ്ഞേ പറ്റൂ. ഇനിമേൽ ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്, ഞാനല്ല എന്ന് പൗലോസ്ലീഹായെ പോലെ ഒരു രൂപാന്തരീകരണത്തിന് ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ കാരണമാകുന്നില്ലെങ്കിൽ, ഇവിടുത്തെ വിശ്വാസ പരിശീലനം കാരണമാകുന്നില്ലെങ്കിൽ, ഇവിടുത്തെ യുവജന പ്രസ്ഥാനത്തിന്റെ ശുശ്രൂഷകൾ കാരണമാകുന്നില്ലെങ്കിൽ ഇതൊരു വലിയ പരാജയമാണ്. നമ്മളൊരു ശുദ്ധമായ ഭോഷത്തരത്തിലായി മാറും. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ സന്ധ്യയിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വിശ്വാസത്തെ വളർത്തുന്ന ഒരു ഡിവൈൻ ടച്ച് ഇവിടെ ഈ മണ്ണിൽ ഉണ്ടാകണം. അതില്ലാതെ ബാക്കി എന്തെല്ലാം നടത്തിയാലും നമ്മൾ പരാജയമായി മാറും. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഗലാത്യർ 4:19 പറയുകയാണ്, എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുന്നത് വരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുകയാണ്. എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുന്നത് വരെ പ്രസവവേദന കണക്കെ ഞാൻ വേദന അനുഭവിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് യഥാർത്ഥത്തിൽ ഒരു പള്ളി കൊണ്ട് സ്വർഗം ആഗ്രഹിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അവർ ഇത്രയും നാൾ, എനിക്ക് വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവമുണ്ട്. ഒരു പെൺകുട്ടി, വളരെ
ശക്തമായിട്ട് MCOMനൊക്കെ പ്രവർത്തിച്ച് വളരെ മിടുക്കിയായതുകൊണ്ട് സഭ അവളെ തിരഞ്ഞെടുത്ത് വേൾഡ് യൂത്ത് മീറ്റിനൊക്കെ യൂറോപ്യൻ നാടുകളിലേക്ക് അയച്ചു. എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് 5-8 മാസം കഴിഞ്ഞപ്പോൾ ഇതര മതസ്ഥനായ ഒരാളുടെ കൂടെ അവൾ ഇറങ്ങിപ്പോയി. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നമുക്ക് ഇത്രയും വിശ്വാസ പരിശീലനം ഉണ്ടായിട്ടും, ഇത്രയും പള്ളിയിൽ ആരാധനകളും ശുശ്രൂഷകളും പെരുന്നാളും നടത്തിയിട്ടും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ വിശ്വാസത്തിൻ്റെ പൊരുള്, വെളിപാട്, യേശു ഏകരക്ഷകനാണ് എന്ന് കാണാനുള്ള ഒരു കാഴ്ച നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഈ പള്ളി കൊടുക്കുന്നുണ്ടോ? ഈ പള്ളിയിൽ ചവിട്ടുന്നത് വഴി നമ്മുടെ ചക്രവാളങ്ങൾ വിശാലമാകുന്നുണ്ടോ? ഇതിന്റെ പേരാണ് വിശ്വാസം എന്ന് പറയുക. വിശ്വാസം വർദ്ധിക്കുന്നത്. ഈ വിശ്വാസം എന്ന് പറയുന്നില്ലേ 3D കണ്ണട കണക്കെയാണ്. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, കുഞ്ഞുനാളില് മൈഡിയ കുട്ടിച്ചാത്തൻ എന്ന സിനിമയൊക്കെ കാണാൻ വേണ്ടി പോയപ്പോൾ ഒരു കണ്ണാടിയൊക്കെ തന്നു. അത് കണ്ണയിലൊക്കെ വലിയ പാടാണ് ഫിറ്റ് ചെയ്യാതിരിക്കാൻ, പിടിച്ചോണ്ടൊക്കെ ഇരിക്കണം. പക്ഷെ ഇത് വെച്ചാലേ ഈ ചിത്രത്തിൻ്റെ നിറങ്ങളും വർണ്ണങ്ങളും രൂപങ്ങളും ഒക്കെ മൂവ് ചെയ്യുന്നത് കാണത്തും. ഇതെടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമില്ല. ഈ 3D കണ്ണട കണക്കെയാണ് വിശ്വാസം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് വെച്ചാലേ ഈ ജീവിതത്തിൻ്റെ വിശാലമായ കാഴ്ചകൾ കാണാൻ പറ്റും. ഇത് കാണാത്തവരെ, ഇത് വെക്കാത്തവർക്ക് കാഴ്ചയില്ലേ? ഉണ്ട്. ഇത് വെക്കാത്തവർക്കും കാഴ്ചയുണ്ട്. പക്ഷേ ജീവിതത്തെക്കുറിച്ചുള്ള, ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് എൻ്റെ പ്രിയപ്പെട്ടവരെ കിട്ടണമെന്നുണ്ടെങ്കിൽ, ദൈവം എൻ്റെ അപ്പനാണ് എന്ന ബോധം, യേശു അല്ലാതെ മറ്റൊരു രക്ഷകനില്ല എന്ന ബോധ്യം, സഭ എൻ്റെ മാതാവാണ് എന്ന ബോധ്യം ഒക്കെ കിട്ടണമെങ്കിൽ ഈ കണ്ണട വെക്കണം, വിശ്വാസത്തിന്റെ കണ്ണട വെക്കണം. ഇല്ലെങ്കിൽ ഈ നിറങ്ങളും വർണ്ണങ്ങളും മനസ്സിലാവില്ല. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങള്, യുവജനങ്ങള് സങ്കടത്തോട്, വേദനയോട് വന്ന് ഭ്രൂണഹത്യ നടത്തി വേദനയോട് വന്ന് പറയുന്ന പെൺകുട്ടികളുടെ ജീവിത കഥകൾ എനിക്കറിയാം. ഒരു വർഷം 4.5 കോടി മാലാഖ കുഞ്ഞുങ്ങളെ കയ്യും കാലും വെട്ടിനുറുക്കി ബക്കറ്റിൽ തള്ളിക്കളഞ്ഞിട്ട് ഒരു കൂസലുമില്ലാതെ നടക്കുമ്പോൾ കുറെ കാലം കഴിഞ്ഞ് കുറ്റബോധം കൊണ്ട് എരിഞ്ഞെരിഞ്ഞ് നിരാശപ്പെട്ട് വന്ന് കഴിയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞുങ്ങൾക്ക് യാതൊരു മനസാക്ഷി മരവിച്ചു പോകുന്ന അവസ്ഥ. എന്ത് വിശ്വാസമാണ് ഈ പള്ളി കൊടുത്തത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിതം തിരഞ്ഞെടുക്കുമ്പോ, പഠനം തിരഞ്ഞെടുക്കുമ്പോ, തൊഴിൽ തിരഞ്ഞെടുക്കുമ്പോ, ജീവിത പങ്കാളിയെ, സഖിയെ തിരഞ്ഞെടുക്കുമ്പോ ഈ വിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്നുണ്ടോ? അതോ ഇതിന്റെ ഒന്നും ആവശ്യം എനിക്കില്ല, വിശ്വാസം അങ്ങനെയൊക്കെ കിടക്കും എന്ന് പറഞ്ഞിട്ടാണോ പോകുന്നത്? ഈ പള്ളി കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു കൃപ കിട്ടുന്നില്ല എങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പള്ളി ഒരു പരാജയമാ. ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിന്റെയും ഈ സുവിശേഷത്തിന്റെയും ഒരു വൈരുദ്ധ്യാത്മകത എന്റെ മുൻപിൽ വരുമ്പോ, ഒരു വശത്ത് ഈ ലോകത്തിന്റെ സുഖങ്ങളും, മറുവശത്ത് ഈ സുവിശേഷവും അതിന്റെ സന്തോഷവും എന്റെ മുമ്പിൽ നിൽക്കുമ്പോ വളരെ നിഷ്കരുണം, ഈ സുവിശേഷം എനിക്ക് വേണ്ട, ഈ ലോകം മതി എന്ന് പറഞ്ഞ് ഈ ലോകത്തിന്റെ പ്രണയത്തിന്റെയും നിറങ്ങളുടെയും വർണ്ണങ്ങളുടെയും ഈ പാപത്തിന്റെയും മ്ലേച്ഛതയുടെ പിന്നാലെ പോകുന്ന എത്രയോ പേര് നമ്മുടെ ഇടയിൽ തന്നെ, കുഞ്ഞുങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പോ കരുതരുത്, നമ്മുടെ പള്ളി ഒരു അനുഗ്രഹമാണെന്ന്. ഇത്രയും നാൾ ഈ പള്ളിയിൽ ജീവിച്ചിട്ട് ഈ പള്ളി കൊണ്ട് അവനവന്റെ വിശ്വാസം നിലനിർത്താൻ, അവനവന്റെ ജീവിതത്തിന്റെ പൊരുൾ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതൊരു പരാജയം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നിരീശ്വരവാദവും യുക്തിവാദവും തലപൊക്കുന്നിടത്ത് എന്റെ സഭയെ പ്രൊട്ടക്ട് ചെയ്യാൻ, എന്റെ സഭയുടെ നിലപാടുകളെ ഉയർത്തിപ്പിടിക്കാൻ, യേശുക്രിസ്തുവിന് വേണ്ടി ഒരു പോസ്റ്റ് ഇടാൻ, യേശുക്രിസ്തുവിന് വേണ്ടി ഒരു ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കാൻ, വായിക്കാൻ മനസ്സ് കാണിക്കാതെ എന്ത് വിശ്വാസമാണ് നമുക്കുള്ളത്? പ്രാർത്ഥനയ്ക്ക് പകരം ദാനധർമ്മം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനാഥാലയങ്ങളും വയോജന മന്ദിരങ്ങളും ഒക്കെ കയറി നടക്കുന്ന യുവജനങ്ങളെ കുറിച്ചറിയാം. പക്ഷേ സ്വന്തം മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ അവള് ഒരു പരാജയമാ. സംഘം ചേർന്ന് അനാഥാലയത്തിൽ പോകാനും ഇഷ്ടം പോലെ കൊടുക്കാനും ഒരു കുഴപ്പമില്ല. എന്ത് വിശ്വാസമാണ് നമ്മൾ കൊടുക്കുന്നേ?
ഭവനത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഒരു വശത്ത് കിടക്കുമ്പോ മറുവശത്ത് സംഘടനകളുടെ അതുപോലെ തന്നെ പാർട്ടികളുടെയും ഒക്കെ ക്ലാസുകൾക്ക് നാട് നന്നാക്കാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന വ്യഗ്രത, എന്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസ ജീവിതത്തിലുള്ള ഒരു പരാജയമാ, പള്ളിയുടെ പരാജയമാ. ഞാന് ഈ കാര്യങ്ങളെ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ വിളിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇതിന് വിളിക്കുന്ന പേരാണ് പ്രാക്ടിക്കൽ എത്തൈസം, പ്രായോഗികമായ നിരീശ്വരവാദം. പണ്ട് ദൈവമില്ല എന്ന് എഴുതി പിടിപ്പിക്കുമായിരുന്നു, തെളിയിക്കാൻ ശ്രമിക്കുമായിരുന്നു. ഇന്ന് ആരും ദൈവമില്ല എന്ന് പറയാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ പ്രായോഗികമായ ഒരു നിരീശ്വരവാദമായത് എന്താണെന്നറിയാമോ? ഈ പള്ളി ഒരു സിമന്റ് കൂടാരം മാത്രമായി മാറുകയാണ്. ദൈവം എന്താണോ ഈ പള്ളിയെ കൊണ്ട് ഉദ്ദേശിച്ചത് അത് നടക്കാതെ പോവുകയാണ്. ഇതാണ് പിശാചിന്റെ തന്ത്രം. പലപ്പോഴും അവൻ വിജയിക്കുക. അതിനാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ഒരുപടി ആൾക്കാരെ രൂപപ്പെടുത്തുന്ന ഒരു മണ്ണായി ഈ പള്ളിയുടെ 4 ചുമരുകൾ മാറണം. എങ്കിൽ മാത്രമേ ക്രിസ്തു ഇവിടെ ആരാധിക്കപ്പെടുന്നത് കൊണ്ട് അർത്ഥമുള്ളൂ. വലതുതരം പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഈ പള്ളിയിൽ വെച്ചാണ് ദൈവം ഒരുവനെ വിശുദ്ധീകരിക്കുന്നതും ദൗത്യം കൊടുത്തയക്കുന്നതും. ഈ പള്ളിയെ വിലപ്പെട്ടതായി കണ്ടാൽ, ഈ പള്ളിയിൽ ദൈവിക സിംഹാസനത്തെ കാണാൻ കണ്ണു തുറന്നു കിട്ടിയാൽ, ഈ പള്ളിയിൽ സ്വർഗത്തിന്റെ സാന്നിധ്യമുണ്ടെന്നും ദൈവം ഇരിപ്പുണ്ടെന്നും വിശ്വസിച്ചാൽ ദൈവം ദിവ്യാനുഭൂതികൾ നൽകും, ദൈവം ഇടപെടലുകൾ നൽകും, ദൈവം ദൗത്യം പൂർത്തിയാക്കാനുള്ള കൃപ തരും. 2, പ്രിയപ്പെട്ടവരെ, ഈ പള്ളിയിൽ ദൈവം എന്നെ വെച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഈ പള്ളിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളിലാണ് എൻ്റെ ഫോക്കസ് എങ്കിൽ, ഈ പള്ളിയിൽ യാതൊരു ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ കാര്യങ്ങളിലും എനിക്ക് വളരാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതൊരു പരാജയമാണ്. ഇതൊരു കെട്ടിടം മാത്രമായി അവശേഷിക്കും. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തിൻ്റെ ഒരു വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവെ, കണ്ണു തുറന്നു തരണമേ, ഈ പള്ളിക്ക് ചുറ്റും നിൽക്കുന്ന ദൈവദൂത സംഘത്തെ കാണാൻ, ഈ പള്ളിയിലുള്ള വിശുദ്ധരുടെ തിരുശേഷിപ്പിൽ നിന്ന് പുറപ്പെടുന്ന സ്വർഗശക്തിയെ കാണാൻ, ഈ ബലിപീഠത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ദൈവത്തിന്റെ തീക്ഷ്ണതയെ കാണാൻ കണ്ണു തുറന്നു തരണമേ അപ്പാ. എന്റെ തലമുറയ്ക്ക്, എന്റെ കുഞ്ഞുങ്ങൾക്ക് കണ്ണു തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് എഴുന്നേറ്റ് ഈ ആരാധനയ്ക്ക്, അഭിഷേകത്തിന് വേണ്ടി ഒരിക്കൽ കൂടി ചേർന്ന് പ്രാർത്ഥിക്കാം.